നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. മറ്റത്തൂരിൽ കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ചു. മുപ്പിളി കളത്തിങ്കൽ ഡേവിസിന്റെ 200ഓളം വാഴകളാണ് ആനക്കൂട്ടം നശിപ്പിച്ചത്. കുഴൂർ GHSS സ്കൂളിലെ പാചകപ്പുരയുടെ ഉദ്ഘാടനം നടന്നു. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. മറ്റത്തൂരിൽ കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ചു. മുപ്പിളി കളത്തിങ്കൽ ഡേവിസിന്റെ 200ഓളം വാഴകളാണ് ആനക്കൂട്ടം നശിപ്പിച്ചത്. പാട്ടത്തിനടുത്ത് 2000 വാഴകൾ കൃഷി ചെയ്ത ഡേവിസിന്റെ 600 വാഴകളോളം കഴിഞ്ഞ 6 ദിവസങ്ങളിൽ ആനക്കൂട്ടം നശിപ്പിച്ചിരുന്നു. ഇഞ്ചക്കുണ്ട് പരുന്തുപാറയിൽ ഡേവിസ് പാട്ടത്തിനടുത്ത് കൃഷി ചെയ്ത 300 വാഴകൾ ആനകൾ നശിപ്പിച്ചപ്പോൾ കൃഷി ഉപേക്ഷിച്ചു പോരുകയായിരുന്നു. ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് പോകുന്നതല്ലാതെ ഒന്നും ചെയ്യാനില്ലാതെ നിസ്സഹായ അവസ്ഥയിലാണ് ഉദ്യോഗസ്ഥരും. കർഷകരുടെ ഈ ദുരിതത്തിൽ MLAയും MPയും ഗൗരവമായി ഇടപെടണമെന്ന് പഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ ആവശ്യപ്പെട്ടു. നമ്മുടെ MLAയും MPയും വനം മന്ത്രിയും അറിയുന്നതിന് പാവപ്പെട്ട കർഷകരുടെ ജീവിതം ഇവിടെ നിങ്ങളുടെ ആന, അങ്ങനെ തന്നെ പറയും, കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ആന സാധാരണ കർഷകരെ ദ്രോഹിച്ചുകൊണ്ട് ചെയ്യുന്ന ഈ നടപടിക്ക് കേന്ദ്ര സർക്കാർ തീർച്ചയായിട്ടും ഇതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണം. ഞങ്ങള് നേരം വെളുത്ത് വൈകുന്നേരം വരെ ഞങ്ങളുടെ ഉപജീവനമാർഗം ഇതാണ്. ഞങ്ങള് ഒരാളുടെ മുതൽ കക്കാനോ കൊള്ള ചെയ്യാനോ മയക്കുമരുന്ന് ലോപിക്കല്ല പോകുന്നത്. ഞങ്ങൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഞങ്ങളുടെ കുടുംബം പുലർത്താൻ ഞങ്ങൾക്ക് ബാങ്കിന്റെ ഒരുപാട് ബാധ്യതകളുണ്ട്. കാർഷിക ലോൺ എടുത്തിട്ടാണ് ഇത്തരം മേഖലകളിൽ ഞങ്ങൾ കൃഷി ചെയ്യുന്നത്. ഒന്നെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കാർഷിക മേഖലയിലുള്ള ലോണുകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കുകയും ഞങ്ങളുടെ കാർഷിക കടങ്ങൾ എഴുതി തള്ളുകയും വേണം. ഈ ആനയുടെ ശല്യം കാരണം ഞങ്ങൾ നിരന്തരം ബുദ്ധിമുട്ടുകയാണ്. ഞങ്ങളുടെ കാർഷിക ലോണുകൾ എഴുതി തള്ളുക തന്നെ വേണം ഇത്തരം അവസ്ഥയിൽ. കുഴൂർ GHS സ്കൂളിലെ പാചകപ്പുരയുടെ ഉദ്ഘാടനം നടന്നു. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. എന്ന നിലയിലേക്ക് തന്നെയാണ് സർക്കാരിന്റെയും തദ്ദേശ ഭരണസമിതിയുടെയും എല്ലാം ലക്ഷ്യമായിട്ട് കാണുന്നത്. എല്ലാവരുടെയും കൂട്ടായ്മയാണ് ഒരു വിദ്യാർത്ഥിയുടെ വളർച്ച എന്ന് പറയുന്നത്. അവിടെ ഉണ്ടാകേണ്ടതായിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുവാൻ ഇവിടുത്തെ തദ്ദേശ ഭരണസമിതി അംഗങ്ങളും അതോടൊപ്പം തന്നെ പൂർവ്വ വിദ്യാർത്ഥികളും PTA അധ്യാപകരും എല്ലാവരും ഒത്തുചേരുമ്പോഴും അവരുടെ ആശയങ്ങളെ ഘടന പങ്കുവയ്ക്കുമ്പോഴും അത് സർക്കാർ തലത്തിൽ സമ്മർദ്ദമായിട്ട് മാറുമ്പോഴാണ് സ്കൂളിൻ്റെ ആയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി കൊണ്ടുപോകുവാൻ തീർച്ചയായിട്ടും നമുക്ക് കഴിയുന്നത്. എവിടെയും വികസനങ്ങൾ ഉണ്ടാകുമ്പോൾ സ്കൂളായാലും മറ്റു ഇതര മേഖലകളായാലും അവിടെയെല്ലാം തന്നെ സമ്മർദ്ദങ്ങളും പ്രതിഷേധങ്ങളും എല്ലാം ഉണ്ടായേക്കാം. അത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ വികസനത്തിന്റെ ഭാഗമാകുക എന്നുള്ളത്. ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ് അധ്യക്ഷത വഹിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ചാണ് പാചകപ്പുര നിർമ്മിച്ചത്. സ്കൂൾ പ്രധാനാധ്യാപിക MD ജീജ, മുൻ പ്രധാനാധ്യാപിക KS സരസു, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ സന്തോഷ് കുമാർ, വാർഡ് മെമ്പർ റിൻസി ഷൈജൻ, KK രജനി എന്നിവർ സംസാരിച്ചു. കുട്ടി വായനക്കാരൻ കഥാകൃത്താകുന്നു. അരിപ്പാലം കൽപ്പറമ്പ് വടക്കുങ്ങര ഗവൺമെന്റ് UP സ്കൂളിലെ കൊച്ചുമിടുക്കനായ അഭിനവ് കൃഷ്ണ കഥാരചനയിൽ ജില്ലയിൽ ഒന്നാമതെത്തി. UP വിഭാഗം കഥാരചനയിൽ പുഴ പറഞ്ഞത് എന്ന വിഷയമായിരുന്നു സബ് ജില്ലയിൽ ലഭിച്ചത്. റവന്യൂ ജില്ലാ മത്സരത്തിന് ഇനി പറയേണ്ട ബാക്കി എനിക്കറിയാം എന്ന വിഷയമാണ് ലഭിച്ചത്. തികച്ചും ഗൃഹാതുരത്വമുണർത്തുന്ന അഭിനവിന്റെ കഥകൾ മികച്ച നിലവാരം പുലർത്തുന്നതായി വിധികർത്താക്കൾ അഭിപ്രായപ്പെടുന്നു. നല്ല ഭാഷാശേഷിയുള്ള അഭിനവ് താൻ ചുറ്റുപാടും കാണുന്ന സന്ദർഭങ്ങളെ തന്നെയാണ് കഥാതന്തുവായി വികസിപ്പിക്കുന്നത്. അഭിനവ് കൃഷ്ണ ഇതിനകം വായിച്ചു തീർത്തത് 100 കണക്കിന് പുസ്തകങ്ങളാണ്. കോവിഡ് കാലത്ത് തുടങ്ങിയതാണ് വായനാകമ്പം. ഒഴിവ് കിട്ടുമ്പോഴൊക്കെ പുസ്തകം തേടിയിറങ്ങും. വിദ്യാലയ ലൈബ്രറിയിലും പ്രാദേശിക ലൈബ്രറിയിലും അഭിനവ് നിത്യസന്ദർശകനാണ്. ബഷീറാണ് ഇഷ്ടകഥാകൃത്ത്. പുതുകഥകളും കഥാകൃത്തുക്കളുമൊക്കെ അഭിനവിന്റെ പ്രിയ കൂട്ടുകാരാണ്. ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്രയധികം പുസ്തകങ്ങൾ വായിച്ചു തീർത്ത കുട്ടികളെ ഇതുവരെ കണ്ടിട്ടില്ലെന്ന് അധ്യാപകർ സാക്ഷ്യപ്പെടുത്തുന്നു. വടക്കുംകര ഗവൺമെന്റ് UP സ്കൂളിൽ ഇക്കഴിഞ്ഞ വർഷം നടത്തിയ വായനാ വസന്തം പദ്ധതിയാണ്
വായനയിലേക്ക് കൂടുതൽ ആകർഷിപ്പിച്ചതെന്ന് അഭിനവ് പറയുന്നു. ഏറ്റവും കൂടുതൽ വായിക്കുന്ന കുട്ടികൾക്ക് സമ്മാനങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അതിൽ ഒന്നാമതെത്തിയതും അഭിനവ് തന്നെയായിരുന്നു. പഠനത്തിൽ മികച്ച നിലവാരം പുലർത്തുന്ന തനിക്ക് വായനയുടെ അനുഭവം ഏറെ സഹായകരമാവുന്നുണ്ടെന്ന് അഭിനവ് അഭിപ്രായപ്പെട്ടു. സമഗ്ര ശിക്ഷ കേരള BRC കൊടുങ്ങല്ലൂർ ഭിന്നശേഷി വാരാചരണത്തിന്റെ ഭാഗമായി വിളംബര റാലി നടത്തി. കൊടുങ്ങല്ലൂർ ഗേൾസ് സ്കൂളിൽ നിന്നും ആരംഭിച്ച റാലി കൊടുങ്ങല്ലൂർ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി ഫ്ളാഗ് ഓഫ് ചെയ്തു. ബിഗ് ക്യാൻവാസിന്റെ ഉദ്ഘാടനം വാർഡ് കൗൺസിലർ സുമേഷ് നിർവഹിച്ചു. ഗേൾസ് സ്കൂളിലെ കുട്ടികളുടെ ഫ്ലാഷ് മോഡ് കൂടിയാണ് പരിപാടികൾ ആരംഭിച്ചത്. PTA പ്രസിഡന്റ് PB രഘു, SMC ചെയർമാൻ നവാസ് പടുവിങ്ങൽ, സ്കൂൾ ഹെഡ്മിസ്ട്രസ് ഷൈനി, വൈസ് പ്രിൻസിപ്പൽ രാജേഷ്, ഗേൾസ് LP ഹെഡ്മിസ്ട്രസ് ബീന, BRC ട്രെയിനർ നീതു സുഭാഷ്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ വിനയ എന്നിവർ പങ്കെടുത്തു. സ്കൂൾ NSS ടീം ബിന്നി ടീച്ചറുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകി. കൊടുങ്ങല്ലൂർ ഗേൾസ് സ്കൂളിലെ ബാൻഡ് സെറ്റ്, NPC, JRC, NCC എന്നിവരുടെ അകമ്പടിയോടെ നടന്ന റാലിയിൽ ഭിന്നശേഷി കുട്ടികൾ ഉൾപ്പെടെ 150ഓളം പേർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. മറ്റത്തൂരിൽ കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ചു. മുപ്പിളി കളത്തിങ്കൽ ഡേവിസിന്റെ 200ഓളം വാഴകളാണ് ആനക്കൂട്ടം നശിപ്പിച്ചത്. കുഴൂർ GHSS സ്കൂളിലെ പാചകപ്പുരയുടെ ഉദ്ഘാടനം നടന്നു. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.